കൊച്ചി പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിലെ പില്ലർ തകർന്നത് നേരത്തെ ഉണ്ടായിരുന്ന കേടുപാടിലെന്ന് സ്ട്രക്ചർ കൺസൾട്ടന്റ് അനിൽ ജോസഫ്. പെട്ടെന്നെന്തോ ഭാരം പില്ലറിനെ ഏറ്റതിനാലാണ് തകർന്നത്. മറ്റു പില്ലറുകൾ താങ്ങി നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായെന്നും അനിൽ ജോസഫ്. ഹൈബി ഈഡൻ MP സ്ഥലം സന്ദർശിച്ചു. വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്ന് ഹൈബി ഈഡൻ അറിയിച്ചു. പ്രതികരണങ്ങൾ കാണാം. ലക്കിലി 5 കോളം ചുറ്റുമുള്ളതുകൊണ്ട് അതിലേക്ക് ഇപ്പോൾ ലോഡ് ബൈപ്പാസ്ഡാണ്. ഇനി സ്റ്റീൽ സെക്ഷൻ കൊടുത്ത് അത് ബൈപ്പാസ് ചെയ്യും. ആ ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റിൽ സ്ട്രെസ് കൂടിപ്പോയതാണ് കാരണം എന്തെങ്കിലും പില്ലറിൽ. അപ്പോൾ അതൊരു ഇത്രയും നാൾ ഈൽഡ് ഉണ്ടായതാവാം, ലൈറ്റ് മൂവ്മെൻറ്റും ഉണ്ടാവാം, അല്ലെങ്കിൽ സഡൻ ജെർക്കിങ് എന്തെങ്കിലും വന്നതുകൊണ്ടാവാം. ആ പില്ലറിലേക്ക് സ്ട്രെസ് കൂടി. പക്ഷേ ഭാഗ്യത്തിന് ചുറ്റും 5 പില്ലറുള്ളതുകൊണ്ട് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ബൈപ്പാസിങ് ടെമ്പററി നടന്നിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അതിപ്പോൾ ഈ ഒരെണ്ണം ഈൽഡ് ആയാലും ബാക്കിയുള്ളവരെല്ലാം കൂടെ ചേർന്ന് പിടിച്ചു നിർത്തിക്കുക. അപ്പോൾ എത്രയും പെട്ടെന്ന് അതുകൊണ്ടാണ് അവിടെ ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതൊരു പ്രോഗ്രസീവ് ഫെയിലിയേഴ്സിലേക്ക് പോയിട്ടില്ല. ആ ഒരൊറ്റ പർട്ടിക്കുലർ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളത് അസസ് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. അഞ്ജന അനിൽകുമാർ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. അഞ്ജന, എന്തായാലും അപകടം വലിയൊരു അപകടമാണ്, ഒഴിവായത് എന്നൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അപ്പോഴും എന്താണ് ഈ പില്ലർ തകരുന്നതിന് കാരണമായത്? അത് നേരത്തെ ഉണ്ടായിരുന്ന കേടുപാടില്ലെന്നാണ് സ്ട്രക്ചർ കൺസൾട്ടന്റ് വ്യക്തമാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ലഭിക്കുന്ന വിവരങ്ങൾ? ശ്രുതി, ഞാനിപ്പോൾ ഉള്ളത് ഈ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലാണ്. ഇതാണ് RDS അവന്യൂവിലെ വിള്ളൽ സംഭവിച്ചിട്ടുള്ള പില്ലർ. ഈ പില്ലറിനിപ്പോൾ വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് മഴയുടെ ഭാഗമായി അല്ല എന്നാണ് വിദഗ്ധ സംഘം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ അപകടാവസ്ഥയിലായിരുന്നു. ആയതിനാൽ ഇപ്പോൾ തന്നെ വിദഗ്ധ സംഘം എത്തി വിശദമായ പരിശോധന നടത്തും. നിലവിൽ അപകട സാധ്യത ഉള്ളതിനാൽ ഈ A ബ്ലോക്കിലെ കുടുംബങ്ങളെ എല്ലാം തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. 24 കുടുംബങ്ങളെയാണ് A ബ്ലോക്കിൽ നിന്നും മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. മറ്റ് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള രീതിയിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാകും. ജില്ലാ കളക്ടർ ഉടൻ തന്നെ സ്ഥലത്തെത്തും. അതിനുശേഷം ഈ വിഷയത്തിൽ കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. നിലവിൽ അപകടാവസ്ഥയൊന്നും തന്നെ ഇല്ല. അതിനാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ കുടുംബങ്ങളെല്ലാം തന്നെ ഈ A ബ്ലോക്കിലെ കുടുംബങ്ങളെ എല്ലാം തന്നെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ബ്ലോക്കിലെ കുടുംബങ്ങളെയും സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. ഹൈബി ഈഡൻ MP കുറച്ചു മുൻപ് ഈ സ്ഥലത്തെത്തി സന്ദർശിച്ചിരുന്നു. അദ്ദേഹം തന്നെയാണ് അറിയിച്ചത്. വിദഗ്ധ സംഘം കൂടി എത്തി ഇതിന്റെ ഒരു അപകടാവസ്ഥ വിലയിരുത്തും എന്നാണ് അറിയിച്ചത്. സ്ട്രക്ചറൽ കൺസൾട്ടന്റായ അനിൽ ജോസഫ് കുറച്ചു മുൻപ് എത്തി. അദ്ദേഹമായിരുന്നു മഴ കാരണമല്ല ഇങ്ങനെയൊരു അപകടം ഉണ്ടായത്, നേരത്തെ തന്നെ ഈ തൂണിന് ബലക്കുറവുണ്ടായിരുന്നു, അപകടാവസ്ഥയിലായിരുന്നു എന്ന് വ്യക്തമാക്കിയത്. എന്തായാലും ഈ സാഹചര്യം കൂടുതൽ വിലയിരുത്തേണ്ടതുണ്ട്. അതിനായി ഒരു വിദഗ്ധ സംഘം ഇവിടെ എത്തി കൂടുതൽ തീരുമാനങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ശ്രുതി, ഓക്കെ, എന്തായാലും ഹൈബി ഈഡൻ സ്ഥലം സന്ദർശിച്ചതിന് ശേഷമുള്ള പ്രതികരണത്തിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷനുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ ഇതിനെ സംബന്ധിച്ച് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ഇത് സംബന്ധിച്ച് ഇവിടെ ഒരു വിസിറ്റ് നടത്തി. കളക്ടറിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം വിസിറ്റ് നടത്തിയിട്ടുള്ളത്. കളക്ടർ ഇത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടീം ഇവിടെ സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. താൽക്കാലികമായി ഈ ടവറിലുള്ള ആളുകളെ ഒരു സേഫ്റ്റി കൺസേൺസ് ഉള്ളത് കൊണ്ട് മാറ്റി പാർപ്പിക്കാം. ബാക്കി അത് മെയിൻറ്റെയിനബിൾ ആണ്. അത് തിരിച്ചതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് ഇതൊരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ അല്ല, പക്ഷേ അനൗപചാരികമായിട്ട് പറഞ്ഞതാണ്.